ഒരിക്കൽ ശ്രീരാമന്റെ പരമഭക്തനായ ഹനുമാൻ സ്വാമിക്ക് ഒരു ആഗ്രഹമുണ്ടായി. താൻ കണ്ടതും അനുഭവിച്ചറിഞ്ഞതുമായ രാമകഥ ലോകം മുഴുവൻ അറിയണം. അങ്ങനെ ഹനുമാൻ സ്വാമി കൈലാസ പർവ്വതത്തിൽ ചെന്ന് ഒരു വലിയ പാറയിൽ തന്റെ കൂർത്ത നഖങ്ങൾ കൊണ്ട് ശ്രീരാമന്റെ മഹത്തായ കഥ കവിതാ രൂപത്തിൽ കൊത്തിവെക്കാൻ തുടങ്ങി. പ്രഭു ശ്രീരാമന്റെ ജനനം മുതൽ ലങ്കാ വിജയം വരെയുള്ള കാര്യങ്ങൾ അതിമനോഹരമായി അദ്ദേഹം രേഖപ്പെടുത്തി. ഇത് ഹനുമന്ത് രാമായണം എന്ന പേരിൽ അറിയപ്പെട്ടു. അതേസമയം ആദ്യ കവിയായ വാത്മീകി മഹർഷി താൻ രചിച്ച രാമായണം പൂർത്തിയാക്കിയിരുന്നു. ലോകത്തിലെ ഏറ്റവും മികച്ച കാവ്യമാണ് തന്റേതെന്ന വിശ്വാസത്തിൽ അദ്ദേഹം സന്തോഷിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ അദ്ദേഹം ഒരു നാൾ ഹിമാലയത്തിലൂടെ യാത്ര ചെയ്യുന്നതിനിടെ വാത്മീകി ഹനുമാൻ സ്വാമി കൊത്തിവെച്ച രാമായണം കാണാനിടയായി. അത് വായിച്ചപ്പോൾ വാത്മീകി അത്ഭുതപ്പെട്ടുപോയി. താൻ എഴുതിയതിനേക്കാൾ ശ്രേഷ്ഠവും മനോഹരവുമായിരുന്നു ആ കാവ്യം. തന്റെ രാമായണം ആരും സ്വീകരിക്കില്ലല്ലോ എന്ന് ചിന്തിച്ച് വാത്മീകി ഹനുമാൻ സ്വാമി കൊത്തിവെച്ച ആ രാമായണത്തിന്റെ അരികിലിരുന്നു. തുടർന്ന് അവിടെ ഹനുമാൻ സ്വാമി എത്തുകയും വാത്മീകിയുടെ സങ്കടം കണ്ട ഹനുമാൻ കാര്യം തിരക്കി. വാത്മീകി തന്റെ ആശങ്ക ഹനുമാൻ സ്വാമിയോട് തുറന്നു പറഞ്ഞു. ഹനുമാൻ, അങ്ങയുടെ ഈ രചന ലോകം കണ്ടാൽ എന്റെ പ്രയത്നം പാഴാകും. അങ്ങനെ ഹനുമാൻ സ്വാമി അല്പനേരം ആലോചിച്ചു നിന്നു. പ്രഭു ശ്രീരാമന്റെ കഥ ലോകത്ത് നിലനിൽക്കേണ്ടത് അത്യാവശ്യമാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഒടുവിൽ തന്റെ പ്രശസ്തിയേക്കാൾ വാത്മീകിയുടെ പ്രയത്നം വിജയിക്കണമെന്ന് ആ വായുപുത്രൻ തീരുമാനിച്ചു. നിസ്വാർത്ഥമായ സ്നേഹത്തോടെ ഹനുമാൻ സ്വാമി താൻ കൊത്തിവെച്ച ആ പാറകൾ പൊട്ടിച്ച് സമുദ്രത്തിലേക്ക് വലിച്ചെറിഞ്ഞു. ഹനുമാൻ സ്വാമിയുടെ ഈ മഹാത്യാഗം കണ്ടപ്പോൾ വാത്മീകി മഹർഷിക്ക് സന്തോഷവും ആശ്വാസവുമായി. വാത്മീകി എഴുതിയ രാമായണം അങ്ങനെ ലോകമെമ്പാടും നിലനിൽക്കുകയും ചെയ്തു. ജയ് ശ്രീറാം, ജയ് ബജ്രംഗ്ബലി.